ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, ഇന്ന് നമ്മൾ ലീവാണ്. അപ്പോൾ ഗെയ്സ്, ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ നമ്മളെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വർക്കിന് പോയിട്ടില്ല, ലീവാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ നാളെ പരിപാടിയായിട്ട് ആദ്യം തന്നെ വീട്ടിൽ പഴക്കൊലയും ടിന്ന് ബിസ്ക്കറ്റും കൊടുത്തിട്ടുള്ളത് അമ്മമ്മയും അമ്മച്ചനാണ്. അവർ തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ കൂടെ ഉള്ളത് മാമൻ്റെ മക്കളാണ്. അവർ 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ നാളെ എന്താ പരിപാടി എന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ വീടിൻ്റെ കല്ലിടലിൻ്റെ ദിവസമാണ്. മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ദിവസം നോക്കിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം 29-ാം തീയതി ഏപ്രിൽ 29-നായിരുന്നു. അപ്പോൾ അതതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഇവർ രണ്ടുപേരും വന്നതുകൊണ്ട് എനിക്ക് കമ്പനിക്ക് നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുളത്തേക്ക് കുളിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ ഇവർ കുറേ ദിവസമായി പറയുന്നു ഞങ്ങളെടുത്തൊരു അമ്പലക്കുളമുണ്ട്, അവിടേക്ക് കുളിക്കാൻ പോകണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ ആ കുളത്തിൻ്റെ അവിടെ എത്തി. സനോരനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ മാമൻ്റെ മക്കളുണ്ടായിരുന്നു, ജാനി മോളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കുളിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്നേന്നുള്ളൂ. പിന്നെ ഒരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു. നോർമൽ നൈറ്റിയാണ്, അത് അയൺ ചെയ്തിട്ട് അയക്കാനുള്ള തയ്യാറെടുപ്പാണ്. കുറച്ച് ദിവസം മുന്നേ വന്ന ഓർഡറാണ്, പക്ഷേ തിരക്കുകൾ കാരണം കൊടുക്കാൻ കുറച്ച് ലേറ്റായി. പിന്നെ അപ്പോൾ ഞാനും സനോരനും കൂടി കാവിലക്കാട് വരെ ഒന്ന് പോവുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നാളത്തേക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാനുണ്ടായിരുന്നു. ജാനിനെ കൊണ്ടുപോകുന്നില്ല, കാരണം അവൾക്ക് കളിക്കാൻ അവിടെ ആളുള്ളതുകൊണ്ട് അവൾ വന്നില്ല. അപ്പോൾ നാളെ മുതൽ പണിക്കാറുള്ളത് കൊണ്ടേ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു, കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ആദ്യം പോയത് ചിക്കൻ വാങ്ങിക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സൊനാട്ട തകൃതിയായ പച്ചക്കറി വാങ്ങലിലാണേ. അങ്ങനെ ഞാൻ ചിക്കൻ വാങ്ങിച്ച് തിരിച്ച് വന്ന് പിന്നെ ഫാൻസി കടയിൽ പോയി കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ജാനിക്ക് കുറച്ച് വളയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നാളത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് പോയതാണ്. ഇതൊക്കെ കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അധികം സാധനമൊന്നുമില്ല. പിന്നെ നാളെ പരിപാടി ആയതുകൊണ്ട് തന്നെ ജാനിക്ക് കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വന്ന പാടിനെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണേ. ചോറിന് മീൻ വറുത്തത്, പിന്നെ സാമ്പാറായിരുന്നു കൂട്ടാൻ, തൈരുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ ഞാനിന്ന് ചിക്കൻ വാങ്ങിക്കാൻ കാരണം വൈകുന്നേരം ഞങ്ങൾ ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ചെറിയൊരു ചിക്കൻ ചുടുക, പത്തിരി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും വന്നതല്ലേ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വൈകാതെ തന്നെ ഞാൻ ചിക്കൻ റെഡിയാക്കാനുള്ള പരിപാടിയിലേക്ക് പോയിട്ടാണ്. ചിക്കൻ കഴുകി ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ, എന്നാലല്ലേ രാത്രി ആകുമ്പോഴേക്കും അതൊന്ന് മസാലയൊക്കെ റെഡിയായി ഇരിക്കുള്ളൂ. അങ്ങനെ ചിക്കൻ കഴുകി. അങ്ങനെ ഞാൻ ചിക്കൻ കഴുകുന്ന പരിപാടിയിലാണ്. പിന്നെ അമ്മയും നാളത്തേക്കുള്ള പരിപാടിയിലാണ് കേട്ടോ. അമ്മമ്മ വന്നത് നല്ലൊരു ഹെൽപ്പായി. പിന്നെ അമ്മ തേങ്ങ വറുക്കുകയാണ് നാളെ സാമ്പാറിലേക്കുള്ളത്. പിന്നെ ഞാൻ ചിക്കൻ മസാല തേക്കാൻ പോവാണ് കേട്ടോ. മസാല തേച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ വൈകുന്നേരത്തേക്ക് നല്ല സെറ്റാവുമല്ലോ. അപ്പുറത്തെ തേങ്ങ വറുക്കുന്നുണ്ട്. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അങ്ങനെ എല്ലാം ഇട്ടിട്ട് ചേർക്കുകയാണ്. പിന്നെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് കായം തേച്ച് വെച്ച്. പിന്നെ അമ്മയാണ് ഇട്ട് അപ്പുറത്ത് തേങ്ങ വറുക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വരുന്നതും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് വളർന്നൊരു മോളാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ സനാട്ടിനും ജാനിമോളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ചും കൂടി ആളൊക്കെ ആയത്. അങ്ങനെ എല്ലാവരും നിൽക്കാൻ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി ഇങ്ങനെയൊക്കെ പ്ലാനൊക്കെ ചെയ്ത് വൈബ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് അമ്മ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിലേക്കുള്ള മുളകാണിത്. എന്തൊക്കെയോ വറുത്ത് വെച്ചത് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ശർക്കര, അതിലേക്ക് തന്നെയാണ് ശർക്കര. പിന്നെ ഇതിൻ്റെ അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മ നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇതിൻ്റെ മാമൻ്റെ ഒരു മോളാണ്. അമ്മമ്മയ്ക്ക് ഹെൽപ്പിനിരിക്കുകയാണ് ആൾ. അപ്പോൾ ഇതാ പുളിയിഞ്ചി റെഡിയായി. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പത്തിരിക്ക് മാവ് കുഴക്കുകയാണ്. വൈകുന്നേരത്തേക്ക് പത്തിരി വേണമല്ലോ. പിന്നെ സനാട്ടൻ പഴക്കൊലേനെ ഇവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പത്തിരിക്കുള്ള പൊടി ചാമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി പത്തിരി ചുടാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അങ്ങോട്ട് ശരിയാവുന്നില്ല തീരെ. എൻ്റെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ആ തൊഴുത്തിൽ കാണുന്നത്. പത്തിരി പരത്താൻ വേണ്ടിയിട്ട് ഞാനാണ് കേട്ടോ ആദ്യം ഇറങ്ങിയത്. പക്ഷെ ഒട്ടും റെഡി ആവുന്നുണ്ടായിരുന്നില്ല. പത്തിരിയൊക്കെ കേട് വന്നിരിക്കുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ അടുത്തതായിട്ട് എൻ്റെ മാമൻ്റെ മോൻ ഇറങ്ങിയിട്ടുണ്ട്. ഓൻ പരത്തിയാൽ റെഡിയാവുമോ നോക്കാൻ വേണ്ടിയിട്ട്. എവിടെ, അതും റെഡിയായില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അമ്മ പിന്നെ കറക്റ്റ് ചുട്ട് റെഡിയാക്കിയിട്ടൊക്കെ. അങ്ങനെ ഞങ്ങളത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ട് അടുത്ത പരിപാടിക്ക് പോയിട്ടാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം ലുഡോ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും ലുഡോ കളിക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ.
അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു. ഉള്ളിലേക്കൊന്നും കയറുന്നില്ല, ശാന്തിയോട് 1-2 കാര്യങ്ങൾ നാളത്തെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്പലക്കുളത്തിൻ്റെ അടുത്ത് പിള്ളേർ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം രാത്രിയായി. അപ്പോൾ ഞങ്ങളവിടെ ചിക്കൻ പൊരിക്കാനുള്ള അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഈ അടുപ്പൊക്കെ സെറ്റാക്കിയത് അവനാണ് കേട്ടോ. മാമൻ്റെ മൂത്ത മോനാണ് കണ്ണൻ. ഓനാണ് പാവലുള്ളത് സെറ്റാക്കി. ഞങ്ങളൊക്കെ ഹെൽപ്പറായിട്ട് നിൽക്കുക ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം കത്തി റെഡി ആയിട്ടുണ്ട്. കണലുണ്ടാക്കണമെങ്കിൽ കുറച്ചധികം ടൈം വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റിൽ. നല്ല വൈബിലാണ് കേട്ടോ ഞങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം എപ്പോഴും കിട്ടാത്തൊരു കാര്യമാണല്ലോ എല്ലാവരും കൂടി കൂടുതൽ തന്നെ. അതിലിടയ്ക്ക് മാമനും രണ്ടാമത്തെ മാമനും ആൻറ്റിയും ഒക്കെ വന്നിരുന്നു. മക്കളപ്പുറത്ത് തകൃതിയായി കളിക്കുന്നുണ്ട്. അവർക്കും നല്ല എൻജോയ്മെൻറ്റാണ്. കാരണം എപ്പോഴും ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ ഏകദേശം കണൽ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഓനാണ് എൻ്റെ വീഡിയോഗ്രാഫർ കേട്ടോ. അങ്ങനെ ഒരുവിധം കണലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ അടുപ്പിലേക്ക് വെക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ അത് ഓരോന്നോരോന്നെടുത്ത് വെക്കുകയാണ്. കണ്ണനാണ് കേട്ടോ എൻ്റെ മാസ്റ്റർ. ഓൻ പറയുന്ന പോലെ ഞാൻ ചെയ്യണം. എന്തായാലും അന്നത്തെ ഒരു ദിവസം അടിപൊളിയാക്കി തന്നത് തന്നെ ഇവരാണ് കേട്ടോ. എല്ലാവരും വന്നതുകൊണ്ടാണ് അത്രയും രസം. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമല്ലേ വീട്ടിലുണ്ടാവാറുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ അത് കൊണ്ട് വെക്കാൻ പോവാണ്. അത് വെച്ചു. കുറച്ച് നേരം ഇരിക്കണമല്ലോ. അങ്ങനെ രാത്രി 9 മണി വരെ ഞങ്ങൾക്ക് തന്നെ ആയിരുന്നു പരിപാടി. പിന്നെ മാമനും ആൻറ്റിയും വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.